ഹോർമുസിൽ അമേരിക്കൻ കപ്പൽ ഇറാൻ ആക്രമിച്ചു. വലിയ തകർച്ചാ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലെന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക പ്രതികരിക്കുകയും ചെയ്തു. എന്നാൽ ഒരു കപ്പൽ ഏകദേശം പകുതി ഭാഗം കടലിൽ മുങ്ങിയിരിക്കുന്ന തരത്തിലുള്ള ആക്രമണ പരമ്പര തന്നെ IRGCയുടെ നേതൃത്വത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. ഇത് ഇറാൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ രീതിയിൽ തെളിവോട് കൂടിയിട്ടാണ് റിപ്പോർട്ട് പുറത്തു വന്നത്. USS ട്രക്സ്റ്റൺ എന്ന കപ്പലും USS മേഷൻ എന്ന് പറയുന്ന കപ്പലുമാണ് ആക്രമിക്കപ്പെട്ടത്. അത് ഹോർമുസ് കടലിൽ ഏത് തരത്തിലാണ് ആക്രമണത്തിന് വിധേയമായത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഇങ്ങനെ പറയുന്നുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങൾ ചില പത്രങ്ങൾ അതിൻ്റെ റിപ്പോർട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മറ്റ് കപ്പലിൻ്റെ അകമ്പടി സേവിച്ച കപ്പലാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇതിനോടനുബന്ധിച്ച് വേറെ ഏതെങ്കിലും കപ്പൽ ആക്രമിച്ചതായിരിക്കുന്ന വിവരങ്ങളും പുറത്തില്ല. പക്ഷേ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ മേഖലയിലൂടെ കപ്പൽ നീങ്ങുന്നതിനിടയിലാണ് അക്രമം ഉണ്ടായത് എന്നുള്ള റിപ്പോർട്ടും സ്ഥിരീകരിക്കാതായിട്ട് പുറത്തു വരുന്നു. അപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ അതിൻ്റെ സൈനിക സംവിധാനം അമേരിക്കൻ്റെ കപ്പൽ വളരെ കൃത്യതയോടുകൂടി ആക്രമിക്കാൻ പാകത്തിൽ അവരുടെ സംവിധാന കാര്യങ്ങൾ കൃത്യമാണ് എന്നിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. ഒമാനും ഇറാനും ചേർന്ന് ഹോർമുസ് കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയൊരു കടൽപ്പാത ഉണ്ടാക്കിയതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ അക്രമമാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ പൂർണ്ണമായ രീതിയിൽ അമേരിക്കയെ ഒഴിവാക്കിക്കൊണ്ടാണ് ഒമാൻ ഇറാനുമായിട്ട് സഹകരിച്ചുകൊണ്ട് പുതിയ കടൽപ്പാത വെട്ടുന്നു. ഏകദേശം 7% ടാക്സ് വാങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നു. ചുങ്കം എന്ന് പറയും. പിന്നീട് ഈ മേഖലയുടെ സുരക്ഷാ കവചം തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നു. അതിൽ പറയുന്ന കാര്യം പ്രത്യേകം ഇങ്ങനെയാണ്: 5 മുതൽ 7% എന്ന് പറഞ്ഞാൽ ഈ മേഖലയിലുള്ള കപ്പലിലെ വസ്തുക്കൾ എത്ര കോടികൾ ഉണ്ട് അല്ലെങ്കിൽ എത്ര ലക്ഷം ഡോളറിൻ്റേതാണ്, അതിന് ആനുപാതികമായിട്ടുള്ള ശതമാനമാണ് കണക്കാക്കുന്നത്. 1 ലക്ഷം ഡോളറിൻ്റേതാണ്, 1 ലക്ഷം ഡോളറിൻ്റേതോ അല്ലെങ്കിൽ 1 കോടി ഡോളറിൻ്റേതോ ആണ് പോകുന്നതെങ്കിൽ അതിൻ്റെ 7% ഈടാക്കും, 2% ഒമാന് നൽകും, 5% ഇറാൻ എടുക്കും. ഇതാണ് കരാർ വ്യവസ്ഥ. ഇതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. വലിയ ചർച്ചാ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇതിൽ നിലവിൽ 3 കിലോമീറ്റർ വീതിയിലുള്ള ഒരു പാതയും 3 കിലോമീറ്റർ വീതിയുള്ള മറ്റൊരു പാതയുമാണുള്ളത്. ഒരു പാത അങ്ങോട്ട് പോകാനും മറ്റൊരു പാത ഇങ്ങോട്ട് വരാനും 2 പാത ആണ് ഉള്ളത്. ആ 2 പാതയും ഒഴിവാക്കിയിട്ട് മറ്റൊരു തരത്തിലുള്ള പാതയാണ് ഇപ്പം നിലവിൽ ഇറാനും ഒമാനും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പാതയിലൂടെ മാത്രമേ കപ്പലുകൾ യാത്ര ചെയ്യാൻ പറ്റൂ. ഇത് മാത്രമാണ് സുരക്ഷിത റൂട്ട് എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്ന സമയത്ത് ഇതിനെ രണ്ടിനെയും, അതായത് ഒമാനെയും ഇറാനെയും ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 കപ്പൽ അമേരിക്ക ഈ മേഖലയിലൂടെ ലക്ഷ്യത്തിലേക്ക് പറഞ്ഞയച്ചത് എന്നാണ് അനുമാനിക്കുന്നത്. അത് ഏത് ഭാഗത്തു നിന്നാണ് പുറപ്പെട്ടത് എന്നുള്ളതും എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെക്കുറിച്ച് വിവരം പുറത്തു വന്നിട്ടില്ല. ഇങ്ങനെ അതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഹോർമുസിൻ്റെ കടൽ അതിർത്തിയിലൂടെ ഇറാൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒമാൻ്റെ മേഖലയിലൂടെ ക്രോസിലൂടെ യാത്ര ചെയ്യുന്ന സമയത്താണ് അപകടമുണ്ടായത് അഥവാ ആക്രമണം ഉണ്ടായത് എന്നാണ് പറയുന്നത്. IRGCയുടെ ഏകദേശം 10,000-ഓളം സൈനികർ ഹോർമുസ് കടലിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ ഒളിസങ്കേതം പോലെ വളരെ രഹസ്യമായ രീതിയിൽ നിരീക്ഷിക്കുന്നുണ്ട് കപ്പലുകളെ. ഇപ്പോൾ നിലവിൽ 10-ൽ താഴെ കപ്പലുകൾ മാത്രമാണ് ഈ മേഖലയുടെ ഇറാൻ്റെ അനുമതിയോട് കൂടി മാത്രം കടന്നു പോകുന്നത്. മുൻപ് 100 മുതൽ 125 വരെ കപ്പൽ പോയ പാതയാണ്. പറയുമ്പോൾ അതൊരു അന്താരാഷ്ട്ര പാതയാണ്. ആ അന്താരാഷ്ട്ര പാതകളൊക്കെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അതിന് യാതൊരു ബന്ധവുമില്ല എന്ന് ഇറാൻ പറഞ്ഞു. ഞങ്ങളല്ലാത്ത മറ്റ് രാജ്യങ്ങൾ നിർമ്മിക്കപ്പെട്ട യുദ്ധമാണ് ഇപ്പോൾ ഇറാൻ അനുഭവിക്കുന്നത് എന്നതിനാൽ അതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടത് ലോകം മൊത്തത്തിലാണ്. ഞങ്ങളുടെ രാജ്യത്ത് ഒരാൾ പട്ടിണി കിടക്കുകയാണെങ്കിൽ ലോകം മുഴുവനും പട്ടിണി കിടക്കുന്ന രീതിയിലേക്ക് തങ്ങൾ ഈ കാര്യങ്ങൾ എത്തിക്കും എന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു യുദ്ധമല്ല, അല്ല 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലല്ല, മേഖലാ യുദ്ധമാക്കി തങ്ങൾ മാറ്റും എന്ന് ചുരുക്കത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ളത് സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ നാശങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് വളരെ സിമ്പിളായ രീതിയിൽ പറയുന്നത്. അത് കപ്പൽ തകർന്ന് തരിപ്പണമായി കടലിൽ മുങ്ങിപ്പോയാലും ചെറിയ രീതിയിലുള്ള ഒരു പരിക്ക് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ യൂറോപ്യന്മാരുടെ അമേരിക്കയുടെ സ്റ്റൈലാണ്. അതവർ ചെയ്യാറുണ്ട്, ഇപ്പോഴും അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ ഇതോടനുബന്ധിച്ച് ഈ മേഖലയിൽ അമേരിക്കയുടെ കപ്പലിന് സുരക്ഷിതമില്ലാത്ത ഒരു കടൽപ്പാതയിൽ മറ്റു ലോക രാജ്യങ്ങളുടെ കപ്പലിന് എങ്ങനെ സുരക്ഷിതം ഉണ്ടാവും എന്ന ചോദ്യം പ്രസക്തമായിരിക്കുന്നു. അതിന് പിന്തുടർന്നിരിക്കുന്ന 6ഓളം കപ്പൽ തിരിച്ചുപോയി എന്ന് പറയുന്നു. ഇപ്പോൾ തന്നെ ഹോർമുസ് കടൽ കടന്നുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് പോകാൻ 200-ലധികം കപ്പലുകൾ ഈ മേഖലയുടെ നിയമവ്യവസ്ഥയുടെ ഇളവ് അല്ലെങ്കിൽ കാരുണ്യം കാത്ത് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് സഹകരണം ചെയ്യേണ്ടത് ആരാണ്? ഇറാനാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇറാന് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇറാൻ്റെ കപ്പലുകൾ ഹോർമുസ് കടൽ കടന്നുകൊണ്ട് മറ്റ് മേഖലയിലേക്ക് പോകുന്ന സമയത്ത് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം പൂർണ്ണമായിട്ട് പിൻവലിക്കണം. ഹോർമുസിൻ്റെ കടൽ ഭിത്തിയുമായി കടലതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയും തങ്ങളുടെ രാജ്യത്തിന് വിട്ടുകൊടുക്കില്ല. തങ്ങളുടെ അവകാശമാണ്, തങ്ങളുടെ ഭാഗമാണ്. നിങ്ങളുടെ രാജ്യാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കടലെടുക്കൊക്കെ നിങ്ങളുടെ കൈവശത്തിലുള്ള പോലെ തന്നെ ഇറാൻ്റെ രാജ്യാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കടലെടുക്ക് ഇറാൻ്റെയും കൂടി ഭാഗമാണ് എന്ന് അംഗീകരിക്കുന്നില്ലെങ്കിൽ അത് യുദ്ധം ചെയ്തുകൊണ്ട് തങ്ങൾ അംഗീകരിപ്പിക്കും എന്നുകൂടി ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിനൊരു തിരിച്ചടി നൽകുമോ എന്നുള്ള ഇറാൻ്റെ സെൻട്രൽ കമാൻഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി അവരൊന്നും പറഞ്ഞിട്ടില്ല. തങ്ങൾ പഠിച്ചു വരികയാണ്, തങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്, തങ്ങൾ ശ്രദ്ധിച്ചു വരികയാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഇതിപ്പോൾ ഇറാന് നേരെ വീണ്ടും ആക്രമണം നടത്തി കഴിഞ്ഞാൽ അമേരിക്കയുടെ സൈനിക ബേസുള്ള അറേബ്യൻ രാജ്യങ്ങൾക്ക് വരെ വീണ്ടും ആക്രമണം നടത്തും. ഇപ്പോൾ പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആണെങ്കിലും ഇപ്പോഴത്തെ പ്രസിഡന്റ് ട്രംപിൻ്റെ മരുമകനാണെങ്കിൽ ഇവർക്കെല്ലാവരും വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അറേബ്യൻ രാജ്യങ്ങളിലുള്ള ഈ പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു നഷ്ടം ഉണ്ടാകുകയാണെങ്കിൽ ആ നഷ്ടം അവരുടെ കൂടി നഷ്ടമായിട്ടാണ് യഥാർത്ഥത്തിൽ മാറിയത് എന്നുകൂടി നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അഥവാ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പ്രശ്നബാധിതമായിരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ അതിൻ്റെ സാമ്പത്തിക നഷ്ടവും അതിൻ്റെ ലാഭവിഹിതത്തിൻ്റെ നഷ്ടമെല്ലാം അമേരിക്കയും കൂടി അനുഭവിക്കണം എന്ന് ചുരുക്കം. കുടിവെള്ള പദ്ധതിയിൽ പോലും, അതായത് അറേബ്യൻ രാജ്യങ്ങൾ നമുക്കറിയാം, അവിടെ കിണർ എന്ന് പറയുന്ന സംവിധാനമില്ല, കുഴൽ കിണർ എന്ന് പറയുന്ന സംവിധാനമില്ല. അവിടെ 90-95% ആളുകളും കടൽ വെള്ളത്തെ ആശ്രയിക്കുന്നവരാണ്. കടൽ വെള്ളം ഫിൽട്ടർ ചെയ്തുകൊണ്ട് ശുദ്ധവെള്ളമാക്കിയിട്ട് വിതരണം നടത്തി അതിൽ നിന്ന് മാന്യമായിരിക്കുന്ന പണം വാങ്ങുന്ന ഒരു പ്രവൃത്തിയാണ് അറേബ്യൻ രാജ്യങ്ങൾക്ക് ഉണ്ടാവാറുള്ളത്. നമ്മൾ കറണ്ട് ബില്ല് അടക്കുന്ന പോലെ അവിടെ വെള്ളത്തിനും ബില്ല് അടക്കണം. ഈ 2 ബില്ലും അടക്കുക എന്നുള്ളത് നിർബന്ധമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ കിണർ കുഴിക്കുന്ന ഒരു സംവിധാനം അവിടെ ഇല്ല. അവിടെ ഓരോ റൂമിലേക്കും ഇങ്ങനെ കുടിവെള്ളം എത്തിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. കുടിവെള്ളം എന്നുള്ളതല്ല, വെള്ളം, കടൽ വെള്ളം ശുദ്ധീകരിച്ചുള്ള വെള്ളം. അത് കുടിവെള്ളമായിട്ട് ചില അപൂർവമായിരിക്കുന്ന ആളുകൾ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ കുടിവെള്ളം മറ്റു പണം കൊടുത്ത് വാങ്ങാറുണ്ട്. 2 രീതിയിൽ അവർ ഉപയോഗിക്കാറുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ഈ കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ചെങ്കടൽ പൊട്ടിക്കണമെങ്കിൽ ഈ ഹോർമുസ് പൊട്ടണം എന്ന് സെൻട്രൽ കമാൻഡിൻ്റെ ഒരു സൈനികൻ പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ വിഷയം, പ്രതിസന്ധികളൊക്കെ ഏറെക്കുറെ ഉള്ളത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് ഹൂത്തികളും സൗദികളും തമ്മിൽ പരസ്പരം ആക്രമണം നടത്തിയതോടുകൂടി മേഖല സംഘർഷാവസ്ഥയായി. മേഖലയുടെ ധൈര്യപ്പെട്ട് ഒരു കപ്പലിന് പോലും പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളും സ്ഥിതികളും ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാവണമെങ്കിൽ ഹോർമുസിൽ ഇറാൻ്റെ സൈനിക ശക്തി കുറഞ്ഞു കിട്ടണം. സൈനിക ശക്തി കുറഞ്ഞു കിട്ടണമെങ്കിൽ ഈ മേഖല സ്വതന്ത്രമാകുന്ന പ്രവൃത്തികൾ ചെയ്യണം. അതിന് രഹസ്യമായ രീതിയിലും പരസ്യമായ രീതിയിലും പലതരത്തിലുള്ള പ്രവൃത്തികളാണ് നിലവിലിപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുൻപൊക്കെ അമേരിക്ക ആക്രമിച്ചതിന് പകരമായ രീതിയിലായിരുന്നു ഇറാൻ ആക്രമിക്കാറുള്ളത്. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. അമേരിക്കയുടെ ആക്രമണം കാത്തു നിൽക്കുന്നില്ല, അവരിങ്ങനെ ആക്രമിച്ചു കൊണ്ടേയിരിക്കും. ആ സ്ഥിതിയും ആ സാഹചര്യങ്ങളും ആ അവസ്ഥയും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഹോർമുസേ അറ്റുപോയി, ഇപ്പോൾ ചെങ്കടലിലേക്ക് നീങ്ങിയിരിക്കുന്നു. ചെങ്കടലിലാണെങ്കിൽ രൂക്ഷമായിരിക്കുന്ന ആക്രമണം അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ നടക്കുന്ന രീതിയിലാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന കാര്യം. ഈ മേഖലയിലെ സർവ്വ അതിർത്തി മേഖലയിലും തങ്ങൾക്ക് ഇടപെടാൻ സാധിക്കും എന്ന് ഹൂത്തികൾ പറയുന്നു. ചെങ്കടൽ കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ അതിർത്തി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റൊരു കടലിലേക്ക് വരുന്നു. ആ മേഖലയിലും ഇത് തന്നെയാണ് സ്ഥിതി. അതിൻ്റെ നിയന്ത്രണവും യഥാർത്ഥത്തിൽ ഹൂത്തികൾക്കാണ്. ബാബുൽ മന്ദബ് എന്ന് പറയുന്നത്. ബാബുൽ മന്ദബും കഴിഞ്ഞതിന് ശേഷമാണ് വിശാലമാക്കപ്പെട്ട മറ്റ് അറേബ്യൻ കടലിൽ, അത് അറബിക്കടലാണെങ്കിലും ഇന്ത്യൻ മഹാസമുദ്രമാണെങ്കിലും മറ്റേതെങ്കിലും കടലിലേക്കാണെങ്കിലും വന്നു ചേരുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ അവിടെ യാതൊരു പ്രതിസന്ധിയോ വിഷയങ്ങളോ ഇല്ലാത്ത രീതിയിൽ നീങ്ങുന്ന സമയത്ത് മാത്രമേ യഥാർത്ഥത്തിൽ
അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ സ്വതന്ത്രമായിരിക്കുന്ന ഒരു വിഭാഗമായിട്ട് അവർക്ക് തന്നെ ബോധ്യമാകും. ഇപ്പോഴത്തെ നിലവിൽ സാഹചര്യത്തിൽ അതില്ല. പല ഘട്ടങ്ങളിലും മറ്റ് രാജ്യങ്ങളെ പ്രലോഭിപ്പിച്ചുകൊണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടും ഹോർമുസ് കടക്കാൻ വേണ്ടി ശ്രമിക്കും. അവർ മുൻപിലും പിറകിലും കാവൽ നിൽക്കും എന്നൊക്കെ പറയും. ആദ്യത്തെ അടി അമേരിക്കക്ക് തന്നെയാണ് കിട്ടുക, രണ്ടാമത്തെ അടി മറ്റുള്ള കപ്പലുകൾക്ക് കിട്ടും. അങ്ങനെ പല കപ്പലുകളും മുങ്ങിപ്പോയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നതോടുകൂടി അമേരിക്ക തന്നെ നിലവിൽ അവർ 2 കപ്പലിനെ ആക്രമിച്ചത് അങ്കലാപ്പിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.